സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമലാ ഗോവിന്ദ് എഴുതിയ നോവൽ വസുന്ധര മെഡിക്കൽസ് തുടരുന്നു. വർഷങ്ങളായി താൻ തേടിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി ക്യാഷ്യർ തസ്തികയിൽ കുറഞ്ഞൊന്നും നൽകാനാവില്ല തന്നെ. അവസരം ഇന്നെൻ്റെ കാൽക്കലെത്തിയിരിക്കുന്നു. അന്ന് വസുന്ധര ശങ്കർ പറഞ്ഞ വാക്കുകൾ, ആ വാക്കുകളുടെ ഗൂഢാർത്ഥം എന്ത്? സ്വന്തം എന്ന് പറയാനാവില്ല, നിങ്ങളെപ്പോലെ തന്നെ മാത്രം എന്ന് വെച്ചാൽ താനും കൃഷ്ണേന്ദുവും ഒരുപോലെ. അപ്പോൾ കൃഷ്ണേന്ദുവുമായിട്ടും ബന്ധമൊന്നുമില്ല, പിന്നെങ്ങനെ അവൾ അവർക്ക് വേണ്ടപ്പെട്ടവളാവും? ആവും. എന്തു തന്നെയായാലും ഒരു കാര്യം സത്യമാണ്, ഒരു ജോലി അവൾക്ക് വെച്ച് നീട്ടിയത് ഏറ്റവും വലിയ പുണ്യമാണ്. കട്ടിലിൽ കിടപ്പിലായ അച്ഛൻ, പട്ടിണിയുടെ മുഖ്ചായയുള്ള അമ്മ, 4 അനിയത്തിമാർ, എല്ലാവർക്കും താങ്ങും തണലും ഇനി കൃഷ്ണേന്ദുവാണ്. അവൾക്ക് കിട്ടുന്ന ആ ശമ്പളമാണ്. പിറ്റേന്ന് ഗോവണി വഴി കയറി മുകളിലേക്ക് പോകും മുമ്പ് ശ്രദ്ധിച്ചു കൃഷ്ണേന്ദു. അവളുടെ മിഴിയോരങ്ങളിൽ പൊടുന്നനെ തെളിഞ്ഞ സ്വപ്നങ്ങളുടെ വർണ്ണപ്പൂക്കൾ. ഉള്ളിലൊരു തേനരുവി ഒഴുകുന്നു. പവി പടികൾ ഓടിക്കയറി. ഒരു പ്രമുഖ കമ്പനിയിൽ നിന്ന് അയച്ച മരുന്നുകളുടെ ബില്ലിൻ്റെ ട്രിപ്പിൾ കോപ്പി എടുക്കാൻ വേണ്ടിയാണ് പവിശങ്കർ മാഡത്തിൻ്റെ മുറിയിൽ കയറിയതും. IG ജോസഫ് ചെറിയാൻ, താൻ അറിഞ്ഞില്ലല്ലോ ഈ മഹാൻ വന്നത്? ഓ, IG മാഡത്തിനെ കാണാൻ തൻ്റെ അനുവാദം എന്തിന്? ഡോർ തുറന്ന് നേരെ കയറി വരാമല്ലോ. ബില്ലിൻ്റെ സംശയം ചോദിച്ചു തിരികെ പോകുന്നു. താഴെ കൗണ്ടറുമായി ബന്ധപ്പെട്ടു. കൃഷ്ണേന്ദുവിൻ്റെ സ്വരം കേട്ടു. ബില്ലിനെക്കുറിച്ച് സംശയം ചോദിച്ചു. ക്ലിയറാക്കി. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിരിക്കണം. അപ്പോഴാണ് ഒരു രാഷ്ട്രീയ നേതാവ് കടന്നു വന്നത്. കതർ വസ്ത്രവും കൂപ്പുകരങ്ങളുമായി പവിശങ്കറിൻ്റെ മുമ്പിൽ അയാൾ നിന്നു, ചിരിച്ചു. എൻ്റെ പേര് അബ്ദുൾ സലാം. ഉദ്ദേശവും പറഞ്ഞു. മലയോര ഗ്രാമത്തിൽ നിന്നും വരുന്നു. ഇവിടെ ആദിവാസികൾക്കിടയിൽ ഡോക്ടർമാരുടെ ഒരു ക്യാമ്പ് നടത്തുന്നുണ്ട്. പരിശോധനയും മരുന്നും സൗജന്യം. മരുന്നുകൾ വാങ്ങാനുള്ള ഓർഡർ നൽകാൻ എത്തിയതാണ്. ഇനം തിരിച്ച് മരുന്നുകളുടെ പേരെഴുതി ആവശ്യപ്പെട്ടാൽ മതിയായിരുന്നല്ലോ. മരുന്നുകൾ അവിടെ എത്തുമായിരുന്നല്ലോ. പിന്നെന്തിന് ഈ ആവശ്യവും പറഞ്ഞ് ഇവിടെ വരെ ഈ മനുഷ്യൻ എത്തിയിരിക്കുന്നു? കമ്മീഷൻ ഒതുക്കത്തിൽ കൈക്കലാക്കാനാവും ഈ നേരിട്ടുള്ള വരവ്. വന്ന കാര്യം പറയൂ, എന്താ ഉദ്ദേശം? പവിശങ്കർ എടുത്തു ചോദിച്ചു. എന്തായാലും പറഞ്ഞോളൂ, നടക്കുന്നതാണേൽ ചെയ്യാം. പക്ഷെ അയാളുടെ ആവശ്യം കേട്ടപ്പോൾ പവിശങ്കറിൻ്റെ ദേഷ്യവും വെറുപ്പുമായി. കമ്മീഷൻ മാത്രമല്ല റാസ്കലിൻ്റെ ലക്ഷ്യം. കമ്പനി മരുന്നുകൾക്ക് ഇരട്ടി വില ബില്ലെഴുതണമെന്ന്. 50-50, ലക്ഷക്കണക്കിന് രൂപയുടെ വെട്ടിപ്പ്. പ്ലീസ് വെയിറ്റ്, ഞാൻ സംസാരിച്ച് നോക്കട്ടെ. പവിശങ്കർ മെല്ലെ അടുത്ത മുറിയിലേക്ക് കടന്നു. യെസ് മാഡം അവനെ നോക്കി. പവിശങ്കർ അബ്ദുൾ സലാമിനെക്കുറിച്ചും അയാളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചും സംസാരിച്ചു. ആ നെറ്റിയിൽ ചുളിവുകൾ വീഴുന്നത് അവൻ കണ്ടു. വെയിറ്റ് ചെയ്യാൻ പറയൂ, 10 മിനിറ്റ്, ഞാൻ വിളിക്കാം. ഓക്കെ മാഡം. പോകാൻ തിരിയുകയാണവൻ. പൊടുന്നനെ മാഡത്തിൻ്റെ സ്വകാര്യ മുറിയുടെ വാതിൽ തുറക്കപ്പെട്ടു. IG ജോസഫ് ചെറിയാൻ തൊട്ടുപിന്നിൽ നടുക്കത്തോടെ കണ്ടു രതി. പൊടുന്നനെ അവൻ മുറിയിൽ നിന്നും ഓടിയിറങ്ങി. മാഡത്തിൻ്റെ കഴിവിൻ്റെ പരിധി മനസ്സിലായി, ശക്തിയുടെ ഉറവിടം മനസ്സിലായി. ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും മുമ്പിൽ കണ്ടപ്പോൾ അറപ്പ് തോന്നി. ചീ, ഈ സ്ത്രീ ഇത്ര നികൃഷ്ടയോ? ഇതിനാണോ സൗന്ദര്യമുള്ള പെൺകുട്ടികളെ നിർത്തിയിരിക്കുന്നത്? ഒരു നടുക്കത്തോടെ ഉള്ളിലോർത്തു. ജോലിക്കുള്ള ഓർഡർ നൽകി കൃഷ്ണേന്ദുവിനെ വലയിലാക്കിയതും ഇതിനല്ലേ? IG-യെയും കളക്ടറെയും തൃപ്തിപ്പെടുത്താൻ. കൃഷ്ണേന്ദു ഇല്ലാത്ത വേക്കൻസി ഉണ്ടാക്കി നിയമിച്ചതിൻ്റെ പിന്നിലെ രഹസ്യം? പക്ഷേ പാടില്ല. കൃഷ്ണേന്ദു എന്ന ചെന്താമര പൂവിനെ കശക്കി ഞെരിക്കാൻ വസുന്ധര ശങ്കറിന് കഴിയില്ല. ഈ പവിശങ്കർ ജീവിച്ചിരിക്കാൻ കഴിയില്ല. ഹൃദയത്തിൻ്റെ ഉള്ളറയിൽ ഒരു സ്വർണ്ണ സിംഹാസനത്തിൽ റാണിയായി ആ പെണ്ണിനെ താൻ അവരോധിച്ചിട്ട് നാളെത്ര കഴിഞ്ഞു? ഒരുപക്ഷെ അവൾക്ക് പോലും അറിയില്ലാത്ത ഗൂഢരഹസ്യം. അറിയില്ലെന്നോ? അറിയാം. തന്നെ കാണുമ്പോൾ ആ ആദരങ്ങളിൽ വിടരുന്ന അരളിപ്പൂക്കൾ, കണ്ണുകളിൽ വിരിയുന്ന കവിത. ഒരു നാൾ പെണ്ണേ, നീ കാത്തിരിക്കുന്ന ഒരു നാൾ നീ പവിയുടെ സ്വന്തമായിരിക്കും. പെട്ടെന്ന് ഇൻ്റർകോം ശബ്ദിച്ചു. പവിശങ്കർ അറ്റൻഡ് ചെയ്തു. മിസ്റ്റർ അബ്ദുൾ സലാം കടന്നു ചെല്ലൂ. അബ്ദുൾ സലാം അകത്തേക്ക് പോയി. ഇത് മറ്റൊരു വഞ്ചന. കൊള്ള. നിമിഷങ്ങൾക്കുള്ളിൽ ഡോർ വലിച്ചു തുറന്ന അബ്ദുൾ സലാം പവിശങ്കറിൻ്റെ അടുത്തേക്ക് പാഞ്ഞു വന്നു. ഫ്ലാഷ് ഡോർ പിന്നിലടഞ്ഞു. ഞാൻ ആരെന്ന് തൻ്റെ മാഡത്തിനറിയില്ല. എന്നെ അപമാനിച്ചു വിട്ടാൽ ഞാനത് സഹിക്കില്ല. സൂക്ഷിച്ചോ. നിങ്ങളെ അപമാനിച്ചു വിട്ടോ? ആര്? എന്തിന്? ആ ഒരു സ്ത്രീയായി പോയത് നന്നായി. അബ്ദുൾ സലാം വിരൽ ചൂണ്ടി ആക്രോശിച്ചു. ഇല്ലെങ്കിൽ. പൊടുന്നനെ ഇടയിൽ കടന്ന് ആ സ്വരം എത്തി. ഫ്ലാഷ് ഡോർ വലിച്ചു തുറന്ന് പിന്നിൽ വസുന്ധര ശങ്കർ നിന്നു. ആ കണ്ണുകളിൽ അഗ്നി പൂത്തു നിന്നു. മുഖം ചോരപ്പൂക്കളായി ചുവന്നു. പോടാ, നീ അങ്ങ് ചെല്ല്. വസുന്ധര ശങ്കർ പുച്ഛത്തിൽ ചിറികോട്ടി. നിനക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് കാണട്ടെ. കള്ളക്കേസ് കൊടുത്ത് ഈ കട പൂട്ടാനോ വസുന്ധരയെ ലോക്കപ്പിലാക്കാനോ നിന്റെ മന്ത്രിക്ക് പോലും ധൈര്യം പോരാ. ഞാൻ ആരെന്ന് കരുതി?
നിന്റെ നക്കാപ്പച്ചയുടെ പങ്കുപറ്റാൻ? എടോ, തനിക്ക് പണമുണ്ടാക്കാൻ അന്തസ്സായ കുറുക്കുവഴികൾ വേണോ? വസുന്ധര ചൂണ്ടിക്കാട്ടിത്തരാം. പക്ഷേ എച്ചിത്തരത്തിൽ ഞാൻ കൂട്ടുനിൽക്കില്ലടോ. പോയിട്ട് വാ, ഞാൻ കാത്തിരിക്കാം. പല്ലുകൾ കടിച്ച് ഞെറുമ്മി കലിപൂട്ട് അബ്ദുൽ സലാം ഇറങ്ങിപ്പോയി. പുച്ഛത്തിൽ ചിരിച്ച് വസുന്ധര ശങ്കർ പിറുവിറുത്തു. അവൻ്റെ ഒരു 50-50. പവിശങ്കറിന് കാര്യം മനസ്സിലായി. പാവം ആദിവാസികളുടെ മറ പിടിച്ച് പണം പിടുങ്ങാൻ എത്തിയതാണ് അബ്ദുൽ സലാം. പക്ഷേ മാട സമ്മതിച്ചില്ല. സദാചാരവിരുദ്ധമാണ് എല്ലാം ഈ സ്ത്രീ ചെയ്യുന്നത്. പിന്നെന്തിന് ഇതിനു മടിച്ചു? ലക്ഷങ്ങൾ നക്കാപ്പിച്ചയാണോ? അന്ന് രാത്രിയിൽ ഔട്ട് ഹൗസിൽ വെറുതെ ഓരോന്നാലോചിച്ച് കിടക്കവേ ഇൻ്റർകോം ശബ്ദിച്ചു. യെസ് മാഡം. അവൻ റിസീവർ വെച്ചു. ഇവിടെ വരെ വരൂ, അർജൻറ്റാണ്. അങ്ങേ തലക്കിൽ സ്വരം. ഓ, കൊട്ടാരത്തിലേക്കോ? അമ്പരപ്പോടെയാണവൻ ചെന്നത്. അതെ, ഞാൻ വിളിച്ചത്. മാഡത്തിൻ്റെ മുഖം അത്യന്തം ഗൗരവത്തിലായിരുന്നു. കണ്ണടയ്ക്കുള്ളിൽ ആ കണ്ണുകൾ വജ്രം പോലെ തിളങ്ങി. ഒരു കെട്ട് നോട്ട് നീട്ടിക്കൊണ്ടവർ പറഞ്ഞു. 5000 രൂപയുണ്ട്. ഈ രൂപ രതിയുടെ വീട്ടിലെത്തിക്കണം. 1 മണിക്കൂറിനുള്ളിൽ വരണം. ആജ്ഞാസ്വരം, അതിലേറെ അഹന്ത. 5000 രൂപ രതിയുടെ വീട്ടിൽ ഈ രാത്രി. ഇതാ വഴി ഇതിലുണ്ട്. ഒരു തുണ്ട് കടലാസ് കൂടി അവർ നീട്ടി. ചുറ്റും മഞ്ഞുകട്ടികൾ വീണ് തന്നെ ആകെ മൂടിയിരിക്കുന്നത് പോലെ പവിശങ്കർ മരവിച്ച് നിന്നുപോയി. കൂരിരുട്ടിനെ കീറി മുറിച്ച് ബുള്ളറ്റ് പാഞ്ഞു. എന്നിട്ടും അതിൻ്റെ മുകളിലിരിക്കുന്ന പവിശങ്കർ അടിമുടി വിയർപ്പിൽ കുളിച്ചു. രാത്രിയുടെ നിശബ്ദത. 10 മണി കഴിഞ്ഞ സമയം. വഴികൾ മിക്കവാറും വിജനമായിരിക്കുന്നു. കടകളൊക്കെ അടച്ചിരിക്കുന്നു. ഇടയ്ക്കിടെ വാഹനങ്ങൾ എതിരെ വന്ന് കടന്നു പോകുന്നത് മാത്രം ഉള്ളൂ. ആകെ നിശബ്ദത. ടൗൺ കഴിഞ്ഞു. ഇടറോഡിലേക്ക് തിരിഞ്ഞു. പിന്നെ ചെമ്മൺ റോഡ്, ഇടവഴി, പച്ച പെയിൻ്റടിച്ച ഗേറ്റ്, മുകളിലേക്ക് പടികൾ. ഇത് തന്നെ. തുണ്ടുപേപ്പറിൽ നോക്കി ഒന്നുകൂടി നിശ്ചയം വരുത്തി. ബൈക്ക് നിർത്തി. പുറത്തുനിന്ന് തന്നെ ഗേറ്റിൻ്റെ ഓടാമ്പലെടുത്തു. നടകൾ കയറി. മുറ്റത്ത് ലൈറ്റുണ്ട്. മുറികളിൽ ലൈറ്റുണ്ട്. ആരും ഉറങ്ങിയിട്ടില്ല. ആശ്വാസമായി. കോളിംഗ് ബെല്ലിൽ വിരലമർത്തി. പാദപതന ശബ്ദം അടുത്തെത്തുന്നത് ശ്രദ്ധിച്ചു. വാതിൽ തുറന്നു. രതി. ഒരു നടുക്കം, അതിലേറെ അമ്പരപ്പ് ആ മിഴികളിൽ. പവിസാർ. അമ്പരപ്പാർന്ന സ്വരം. യെസ്. ഇവിടെ ഇപ്പോൾ അവൾക്കാകെ വിമ്മിട്ടവും അമ്പരപ്പുമായി. വിശ്വസിക്കാനാവാത്ത അവസ്ഥ. ഇതാ മാഡം തന്നുവിട്ടതാണ്. സ്വരത്തിൽ കഴിയുന്നത്ര കലിപ്പും ദൃഢതയും കലർത്തി. സാർ കടന്നിരിക്കൂ. രതി ക്ഷണിച്ചു. വേണ്ട സാർ, എൻ്റെ അമ്മയെ പരിചയപ്പെട്ടിട്ട് പോകാം സാർ. വേണമെന്നില്ല. പൊടുന്നനെ രതിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നത് അവൻ ശ്രദ്ധിച്ചു. സാറിന് എന്നോട് ദേഷ്യമായിരിക്കും. ഞാനെന്തിനും ദേഷ്യപ്പെടണം? ഞാനാര്? തെറ്റിദ്ധരിക്കരുത് സാർ. ശരിയായ ധാരണ തന്നെയാണ്. രതി വിതുമ്പി പൊട്ടി. സാർ, അഥവാ തെറ്റ് ചെയ്തുവെങ്കിൽ തന്നെ അത് ഞാനാണ്. എൻ്റെ അമ്മ നിരപരാധിയാണ്. പാപം, അവരെ ഒന്ന് കാണുന്നതിനെന്താ? പവിശങ്കർ ഉള്ളിലേക്ക് കയറി. മുഖം സാധാരണമാക്കാൻ അവനാവുന്നത്ര ശ്രമിച്ചു. രതി മുൻപേ നടന്നു. അടുത്ത മുറിയിൽ കണ്ടു രതിയുടെ അമ്മയെ. വിടർന്ന ചിരിയോടെ അവർ സ്വീകരിച്ചു. എൻ്റെ സാറാണ്. ആ വാക്കുകൾ. പവി അവളെ നോക്കി. കൂർത്ത നോട്ടം. ഇരിക്കൂ സാർ. അവർ ഈ രാത്രിയിലും കൈലേസിൽ പൂക്കൾ തുന്നുകയായിരുന്നു. തുണി വച്ച ഫ്രെയിമും കുഴിനൂലും ഒക്കെ മേശമേൽ വെച്ചിട്ട് അവർ പറഞ്ഞു. എന്തേ ഈ രാത്രിയിൽ? അവൻ്റെ മുഖം വീണ്ടും എടുത്തു. രതിയുടെ മുഖത്ത് അപേക്ഷാഭാവം. പറയരുതേ എന്ന്. ഓ, കണക്കുകൾ ചെക്ക് ചെയ്തപ്പോൾ ഇത്തിരി പിശകുണ്ടായിരുന്നു. മരുന്നുകൾ എടുത്ത കൂട്ടത്തിലായിരിക്കണം. മാഡം പറഞ്ഞു രതിയോടൊന്ന് അന്വേഷിക്കാൻ. അവൻ കള്ളം പറഞ്ഞു. ഓ, അവർ എത്ര നല്ല സ്ത്രീയാണ്. എത്ര ഐശ്വര്യം. നല്ല തറവാട്ടിൽ പിറന്ന സ്ത്രീയാ അത്. വസുന്ധരാശങ്കറിൻ്റെ 1000 മുഖങ്ങളിൽ ഒന്ന്. അവരെ രതിയുടെ അമ്മയ്ക്ക് എങ്ങനെ അറിയാം? അവൻ ചോദിച്ചു. ഓ എൻ്റെ സാറേ, ഇവൾക്കൊരു പണി കിട്ടുമെന്നറിയാൻ ഞാൻ അവരെ കാണാൻ പോയത്. എത്ര വിനയവും സ്നേഹവുമുള്ള സ്ത്രീ. രതി അവർ സ്വന്തം മകളെപ്പോലെയാണ് നോക്കുന്നത്. ആ സ്ത്രീയുടെ സംതൃപ്തമായ മുഖം. പവിശങ്കറിൻ്റെ നോട്ടം കൂർത്തു. രതി പരിങ്ങലിലായി. അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ? അയ്യോ സാർ, 1 കപ്പ് കാപ്പി കുടിക്കാതെ? മോളെ, ഫ്ലാസ്കിൽ ചായയുണ്ട്. നോ താങ്ക്സ്. സമയം വളരെ വൈകി, തിരക്കുണ്ട്. പവിശങ്കർ തിടുക്കത്തിൽ യാത്ര പറഞ്ഞു. അമ്മ വാതിൽക്കൽ വരെ യാത്രയാക്കാനെത്തി. രതി നടയിറങ്ങി ഗേറ്റിങ്കൽ വരെ ഒപ്പം വന്നു. സാർ. ബൈക്കിൽ കടന്നിരിക്കാൻ ശ്രമിക്കുന്ന അവനെ രതി വിളിച്ചു. അവൻ മുഖമുയർത്തി. ഒരു നോട്ടത്തിൻ്റെ യാചന. പവിശങ്കറിൻ്റെ ഉള്ളിൽ ഒരു തീക്കട്ട മെല്ലെ മെല്ലെ അരിച്ച് കയറിക്കൊണ്ടിരുന്നു. സാർ, എൻ്റെ അമ്മയെ കണ്ടോ? ഇതെന്തൊരു ചോദ്യം എന്ന മട്ടിൽ അവൻ നോക്കി. എനിക്കുള്ള ഒരേയൊരു ബന്ധു. അപ്പോൾ മറ്റുള്ളവരൊക്കെ? അവൻ അമ്പരപ്പോട് ചോദിച്ചു. എനിക്ക് സഹോദരങ്ങൾ ആരുമില്ല. അച്ഛൻ മരിച്ചു. 5 വർഷം മുമ്പ് മദ്യത്തിൽ വിഷം കലർത്തി കഴിച്ച് വഴിയിൽ വീണു മരിച്ചു.
എന്തിനങ്ങനെ ആത്മഹത്യ ചെയ്തു എന്നത് ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യം മാത്രം. അമ്മയ്ക്കും എനിക്കും ജീവിക്കാൻ വേണ്ടി തൊഴിലിനിറങ്ങി. പക്ഷേ ഇതാ സാർ, എൻ്റെ അമ്മയും എന്നെ വിട്ടുപിരിയാൻ തുടങ്ങുന്നു. അവൾ വിങ്ങി വിതുമ്പി. വാട്ട്? അതെ സാർ, എൻ്റെ അമ്മയെ മരണം വിഴുങ്ങുന്നു. ലുക്കീമിയ. മൈ ഗോഡ്. ഭവിശങ്കർ നെഞ്ചിൽ കൈവച്ചുപോയി. കണ്ടപ്പോൾ രതിയുടെ ജ്യേഷ്ഠത്തിയാണെന്നേ ആദ്യം തോന്നിയുള്ളൂ. അത്രയ്ക്ക് അഴകും ആരോഗ്യവും. മരണം ഏത് നിമിഷവും എൻ്റെ അമ്മയെ തട്ടിയെടുക്കാം. പക്ഷേ എനിക്കത് സഹിക്കാനാവില്ല. അമ്മയുടെ മരണത്തിൻ്റെ മുമ്പുള്ള ദിനങ്ങൾ പണം കൊടുത്ത് ഞാൻ കടമെടുക്കുകയാണ് സാർ. അവൻ നോക്കി നിന്നു, മനസ്സിലാകാതെ. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി രതി തുടർന്നു. പക്ഷേ അമ്മയ്ക്കതറിയില്ല. അമ്മയുടെ രോഗത്തിൻ്റെ തീവ്രതയും അമ്മ മരണത്തിൻ്റെ പിടിയിലാണെന്നും ഞാനും ഡോക്ടറും മറച്ചു വെച്ചിരിക്കുകയാണ്. ആരോരും അറിയാതെ രാവിൻ്റെ നിശബ്ദതയിൽ ഒറ്റയ്ക്കിരുന്ന് തേങ്ങിക്കരഞ്ഞ് സങ്കടം തീർക്കാനേ എനിക്ക് കഴിയൂ. അമ്മയുടെ ബ്ലഡ് മുഴുവൻ അശുദ്ധ രക്തമാണെന്നും അത് മാറ്റി പുതിയ രക്തം കടത്തുകയാണെന്നും ഞങ്ങൾ പറയുന്ന കള്ളം അമ്മ വിശ്വസിച്ചിരിക്കുകയാണ്. ആദ്യമൊക്കെ 1 വർഷം ഇടവിട്ടായിരുന്നു. ഇടവേളകളുടെ ദൈർഘ്യം കുറഞ്ഞു. ഇപ്പോൾ 3 മാസത്തിലൊരിക്കൽ. അതെ, അമ്മയുടെ കൂട്ട് ഇനി അധിക നാൾ എനിക്കില്ല സാർ. രതി കരച്ചിലൊതുക്കാൻ ശ്രമിച്ചു. ഭവിശങ്കർ മിണ്ടിയില്ല. അവൻ മുഖം തിരിച്ചു. എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, എന്ത് ജോലിയും അഭിമാനകരമാണെന്ന്. അവൾ പറഞ്ഞു, അവൻ്റെ നോട്ടത്തിൽ മൂർച്ച. പക്ഷേ മോഷ്ടിക്കുകയോ വ്യഭിചരിക്കുകയോ മാത്രമരുതെന്ന്. ഭവിശങ്കറിൻ്റെ അതിരങ്ങളിൽ പരിഹാസത്തിൻ്റെ ചിരി ഉതിർന്നത് അവൾ ശ്രദ്ധിച്ചു. ഞാനത് അക്ഷരം പ്രതി പരിപാലിക്കാൻ ഇന്ന് ഈ നിമിഷം വരെ ശ്രമിച്ചിട്ടുണ്ട്. ആ പ്രസ്താവന അവന് മനസ്സിലായില്ല. എൻ്റെ ശരീരം വിറ്റ പണം കൊണ്ട് വാങ്ങുന്ന രക്തം ധമനികളിൽ കടന്ന് ജീവിക്കുന്നതിൽ ഭേദം എൻ്റെ അമ്മ മരിക്കുകയാണ് നല്ലതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവളുടെ ഉറച്ച സ്വരം. രതി, സാർ വിശ്വസിക്കൂ. സാർ ഇവിടെ വന്നതുകൊണ്ട് മാത്രമല്ല, എന്തുകൊണ്ടോ സാറിനെ ഇതൊക്കെ ബോധ്യപ്പെടുത്തണമെന്ന് എൻ്റെ അന്തരംഗം ആശിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അവൾ ഒന്ന് നിർത്തി. മാഡത്തിൻ്റെ മുറിയിൽ വെച്ച് സാറിനെ തീരെ പ്രതീക്ഷിക്കാതെ കണ്ടപ്പോൾ ഞാൻ സത്യമായും പതറിപ്പോയി. എന്തുകൊണ്ടെന്ന് വിശദീകരിക്കാനാവില്ല. ഒരു ലീവ് ലെറ്റർ എഴുതി കൊടുത്തിട്ട് ആ നിമിഷത്തിൽ തന്നെ ഞാൻ ഇറങ്ങി ഓടി. പക്ഷേ നാളെ അമ്മയ്ക്കുള്ള ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ്റെ ദിവസമാണെന്ന് മാഡത്തിനറിയാം. അതായിരിക്കാം സാറിനെ ഈ രാത്രിയിൽ ബുദ്ധിമുട്ടിച്ചത്. ക്ഷമിക്കൂ, പണം വാങ്ങാതെ പോകുന്നത് എൻ്റെ തെറ്റാണ്. വെപ്രാളത്തിനിടയിൽ ഞാൻ അതും മറന്നു. ഭവിശങ്കർ നിശബ്ദനായി നിന്നു. തെല്ലിട കഴിഞ്ഞപ്പോൾ അവൻ മെല്ലെ ചോദിച്ചു, അപ്പോൾ പിന്നെ ഈ പണം എന്തിനുള്ള പ്രതിഫലമാണ്? അവളിൽ ഒരു നടുക്കമുണർന്നു. സമയം വല്ലാതെ വൈകി സാർ. അമ്മ തെറ്റിദ്ധരിച്ചാലോ? പോട്ടെ, ഗുഡ് ബൈ. പൊടുന്നനെ ഗുഡ് ബൈ പറഞ്ഞിട്ട് അവൾ പിന്തിരിഞ്ഞു. വളരെ നാടകീയമായി തന്നെ. അവൾ അത് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. നുണ, ശുദ്ധ നുണ. വിഭജിച്ചിട്ടില്ലത്രേ. പിന്നെ ഐജിയുമായി മാഡത്തിൻ്റെ മുറിയിലിരുന്ന് കഥ പറയുകയായിരുന്നോ? കടയിൽ സെയിൽ നടത്തുന്നതിനിടയിൽ അവൾ എങ്ങനെയാ മുറിയിലെത്തി? വെറുതെ 5000 രൂപ പ്രതിഫലമായി അവൾക്ക് മാഡം കൊടുക്കുമോ? നല്ല കഥയായി. കള്ളക്കഥ. പാതിരാത്രിയോടടുത്തിട്ടുണ്ടാകും നിശബ്ദതയിൽ ആണ്ടുപോയ പ്രപഞ്ചം. ആ ബുള്ളറ്റ് രാഗസുധയുടെ മുൻപിലെത്തി. ഗേറ്റ് കീപ്പർ ഗേറ്റ് തുറന്നു കൊടുത്തു. വൈദ്യുതി ദീപത്തിൽ ഒരു വാസ്തുശില്പം പോലെ നിൽക്കുന്ന കൊട്ടാരം രാഗസുധ. അവൻ്റെ ബുള്ളറ്റ് പോർച്ചിൽ നിന്നു. കോളിംഗ് ബെല്ലിൻ്റെ സ്വിച്ചിൽ വിരലമർത്തി. വാതിൽ തുറന്നത് കൃഷ്ണേട്ടൻ. മാഡം കാത്തിരിക്കുകയാണ്, ചെല്ലാൻ പറഞ്ഞു കൃഷ്ണേട്ടൻ്റെ സ്വരം. അവൻ അകത്തേക്ക് കടന്നു. മാർബിൾ തറകളും വിദേശ നിർമ്മിതങ്ങളായ പരവതാനികളും ഡോർ കർട്ടനുകളും. പണത്തിൻ്റെ ആധിക്യം, ലക്ഷറി ഓരോ ഇഞ്ച് സ്ഥലത്തുമുണ്ടെന്നവൻ ഉള്ളിലോർത്തു. കൊട്ടാരം തന്നെ കൊട്ടാരം. കൊട്ടാരത്തിൻ്റെ അകത്തെ അന്തഃപുരത്തിലേക്ക് അവൻ ആനയിക്കപ്പെട്ടു. അവസാനം എത്തിയ മുറി. പിന്നിൽ വാതിലടഞ്ഞു. ഉള്ളിലുയർന്ന ഒരു നടുക്കം ഒരു നിമിഷത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത നിമിഷം നടുക്കം ഒരു കുളിർക്കാറ്റായി അവന് തലോടി. സിരകളെ ആകെ തൊട്ടുണർത്തി. മുൻപിൽ കണ്ട രംഗം അത്രയ്ക്ക് ആസ്വാദ്യകരമായിരുന്നു. റോസ് നിറമുള്ള നിശാഗൗണിനുള്ളിൽ വസുന്ധരാശങ്കർ ബെഡിൽ ചാരിയിരിക്കുന്നു. കടഞ്ഞെടുത്ത ആ ഓരോ അവയവവും വസ്ത്രത്തിനുള്ളിൽ തെളിഞ്ഞു കാണാം. അവൻ്റെ കണ്ണുകൾ അവരിൽ തറഞ്ഞു നിന്നു. അവൻ്റെ രക്തം മെല്ലെ പതഞ്ഞുയർന്നു. അനിർവചനീയമായ ഒരാവേശ തിരത്തള്ളലിൽ അകപ്പെട്ടവൻ നിന്നു. അവൻ്റെ പാദങ്ങൾ തറയിലായിരുന്നില്ല. ഏതോ പതുപതുത്ത പഞ്ഞിക്കെട്ടിന് മുകളിലൂടെ അവൻ സഞ്ചരിക്കുകയാണ് ആ നിമിഷങ്ങളിൽ. വസുന്ധരാശങ്കറിൻ്റെ കത്തുന്ന കണ്ണുകൾ അവൻ്റെ മുഖത്തു തന്നെ തറഞ്ഞു നിന്നു. ഭവിശങ്കറിൻ്റെ പെരുവിരൽ മുതൽ ഒരു സർപ്പം ഇഴയാൻ തുടങ്ങി. രതിയെ കണ്ടോ? തീരെ താണ എന്നാൽ കടിച്ചു പിടിച്ചതുപോലെയുള്ള ശബ്ദം. ഒരു നിമിഷം കഴിഞ്ഞാണ് അവൻ മറുപടി പറഞ്ഞത്. കണ്ടു. എന്നിട്ട്? വസുന്ധരാശങ്കർ എടുത്തു ചോദിച്ചു. അവരുടെ പുരികം വളഞ്ഞു നിന്നു. ചോദ്യം മനസ്സിലാകാതെ അവൻ മുഖമുയർത്തി നോക്കി. പിന്നെ പറഞ്ഞു, കൊടുത്തു.
അവൾ എന്തെങ്കിലും പ്രത്യേകിച്ച് പറഞ്ഞോ? വീണ്ടും അതേ സ്വരം. സെറ്റിമേൽ ചാഞ്ഞു കിടക്കുകയാണവർ. അവർക്ക് മുമ്പിലിരിക്കുന്ന കുപ്പിയും ഗ്ലാസും. അപ്പോഴാണ് അവൻ ശ്രദ്ധിച്ചത്. ഈ സ്ത്രീ മദ്യപിക്കുന്നു. അവൻ കാണുക തന്നെ അവർ കുപ്പിയിൽ നിന്ന് ചുവപ്പ് കലർന്ന നിറത്തിലുള്ള ദ്രാവകം ഗ്ലാസ്സിലേക്ക് പകർന്നു. സോഡയൊഴിച്ച് മെല്ലെ അത് സിപ്പ് ചെയ്യുന്നു. കമ്പനി സേക്കിന് വേണ്ടി പോലും കൂടുന്നോ എന്നവർ ചോദിച്ചില്ല. ഓ, തൻ്റെ സ്ഥാപനത്തിലെ ഒരു ഉദ്യോഗസ്ഥനുമായി കമ്പനി കൂടുകയോ? അതാവും അവരുടെ ഭാവം. വസുന്ധരാ ശങ്കർ വീണ്ടും അവനെ തറച്ചു നോക്കി. അവൻ്റെ കണ്ണുകൾ അപ്പോൾ അവരുടെ നിശാഗൗണിനെ കുത്തി തുളയ്ക്കുകയായിരുന്നു. അത് ശ്രദ്ധിച്ചിട്ടാവാം അവരുടെ കണ്ണുകളിൽ ഒരു പുച്ഛഭാവം പൊട്ടി വിളർന്നത്. അവൻ പക്ഷേ അത് കണ്ടില്ല. ആ ചുവന്ന അതിരങ്ങളിൽ ഒരു പരിഹാസച്ചിരി വിരിഞ്ഞതും അവൻ അറിഞ്ഞില്ല. അപ്പപ്പോ, ഇവർക്ക് 45 വയസ്സ് ആയെന്ന് പറഞ്ഞത് വെറും നുണ. ഭവിശങ്കറിൻ്റെ മനസ്സ് വ്യാപരിച്ചത് ആ വഴിക്കാണ്. സ്ത്രീ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് പുരുഷന് ഭോഗവസ്തുവായിട്ട് മാത്രമാണെന്ന് കരുതുന്ന നായ്ക്കൾ എമ്പാടുമുണ്ട് നമുക്കിടയിൽ. പൊടുന്നനെ വസുന്ധരാ ശങ്കറിൻ്റെ സ്വരം. ഭവിശങ്കർ നടുങ്ങി വിയർത്തുപോയി. ഒരു പുരുഷനും ഒരു സ്ത്രീയും കൂടി ഒരു മുറിക്കുള്ളിൽ നിൽക്കുന്നത് കണ്ടാൽ മതി. ഒരു മുറിയിൽ നിന്ന് ഒരുമിച്ച് ഇറങ്ങുന്നത് കണ്ടാൽ മതി. ഈ പ്രപഞ്ചത്തിന്റെ ചെരുവ് പോലും നഷ്ടപ്പെടാം. ഞാൻ അവൻ്റെ വായിലെ ഉമിനീർ വറ്റുകയായിരുന്നു. സ്ത്രീക്കും പുരുഷനും തമ്മിൽ ലൈംഗിക ബന്ധമല്ലാതെ മറ്റൊരു ബന്ധവും പാടില്ലെന്ന് ഏത് നീതിശാസ്ത്രത്തിലാണ് പറഞ്ഞിട്ടുള്ളത്? മാഡം, ഇതൊക്കെ എന്നോടെന്തിന്? ഭവിശങ്കർ ധൈര്യം സംഭരിച്ചു കഴിഞ്ഞു. പാതിരാത്രിയിൽ പെണ്ണുങ്ങൾ മാത്രമുള്ള ഒരു വീട്ടിൽ ഒരു ചെറുപ്പക്കാരൻ പോകുക, അവിടെ കുറേ സമയം കഴിച്ചു കൂട്ടുക, അവൻ തിരികെ ഇറങ്ങി വരുന്നത് കാണുന്നവർക്കൊക്കെ ഒരേ ഒരു ധാരണ മാത്രമേ കാണൂ. അവൻ്റെ കണ്ണുകൾ തുറച്ചു നിന്നു. സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരേ ഒരു ബന്ധമേ പാടുള്ളൂ എന്ന ധാരണ മിസ്റ്റർ ഭവിശങ്കറിനുണ്ടോ? പൊടുന്നനെയായിരുന്നു ചോദ്യം. അവൻ മറുപടി പറഞ്ഞില്ല. ഈ രാത്രിയിൽ രതിയുടെ വീട്ടിൽ ഞാൻ പറഞ്ഞു വിട്ടത് വെറുതെ ആയിരുന്നില്ല മിസ്റ്റർ പവി. താങ്കൾ ഒരു വെറും സാധാരണ മനുഷ്യൻ തന്നെ. അച്ചുതണ്ടിൻ്റെ ചെരിവിനനുസരിച്ച് മാത്രം ചലിക്കുന്നവൻ. താങ്കളുടെ ധാരണയ്ക്ക് മാറ്റം വരുമോ എന്നറിയാനായിരുന്നു. പക്ഷേ ഒന്നെനിക്ക് മനസ്സിലായി, എൻ്റെ ശ്രമം പാഴായി എന്ന്. ശബ്ദമില്ലാതെ അവർ ചിരിച്ചു. അവരുടെ ശരീരം ആകെ ഒന്നിളകി. അപ്പോൾ വീണ്ടും ഭവിശങ്കറിൻ്റെ ശ്രദ്ധ അവരുടെ ആ സുന്ദരമായ ശരീരത്തിലായി. നോക്കൂ പവിസാറേ, അവരുടെ വലയിൽ വീഴരുത്. ചോരയും നീരമുള്ള ചെറുപ്പക്കാരെ അവർ വലവീശി പിടിക്കും, കസ്റ്റഡിയിലാക്കും. വർഗീസും വിജയനും ഒക്കെ തന്നിട്ടുള്ള താക്കീതുകൾ. പക്ഷേ ആ താക്കീതുകൾക്കൊന്നിനും ഈ നിമിഷത്തിൽ ഭവിശങ്കറിൻ്റെ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയില്ലെന്ന് തീർച്ച. അവൻ്റെ കണ്ണും മനസ്സും അവരുടെ ശരീരത്തിലായിരുന്നു. അവനേക്കാൾ 20 വയസ്സെങ്കിലും കൂടുതലുള്ള ആ സ്ത്രീ അവനെ വല്ലാതെ വശീകരിച്ചിരിക്കുന്നുവോ? ഇനി മിസ്റ്റർ പവിക്ക് പോകാം. ഉറച്ചതായിരുന്നു ആ സ്വരം. അവനൊന്ന് നടുങ്ങി. പോകാനോ? ഇപ്പോഴോ? പിന്നെന്തിന് ഈ പാതിരാത്രിക്ക് ഇവർ തന്നെ ഈ മുറിയിലേക്ക് വിളിച്ചു വരുത്തി? അവൻ്റെ സിരകളിലാകെ ദേഷ്യം പതഞ്ഞുയർന്നു. മുൻപിൽ ടീപ്പോയ്മേലിരിക്കുന്ന കുപ്പി അവരുടെ തലയിൽ ആഞ്ഞടിച്ചാലോ? എന്താ, ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? നോ, നത്തിങ്. ഭവിശങ്കർ അവരെ തുറച്ചു നോക്കി. വസുന്ധരാ ശങ്കർ ചിരിച്ചു. അതിരങ്ങളുടെ കോണിൽ ഊറിക്കൂടിയ ചിരി. അത് വശ്യതയാർന്ന ക്ഷണിക്കുന്ന ചിരിയാണെന്ന് തോന്നി. ഇവർ തന്നെ പരീക്ഷിക്കുകയാണോ? പാതിരാത്രിയുടെ മറവിൽ ആരോരും അറിയാതെ ഈ മുറിക്കുള്ളിൽ തന്നെ എത്തിച്ചിട്ട്? അല്ലെങ്കിൽ അവരെന്തിന് തന്നെ കാത്തിരിക്കുന്നു? തനിക്ക് മുമ്പിൽ വെച്ച് എന്തിന് മദ്യം പകർന്നു കുടിക്കുന്നു? തീർച്ചയായും അവസരം എറിഞ്ഞു തരികയാണ്. കൈയെത്തിപ്പിടിക്കാൻ ചുണയുണ്ടോ എന്ന പരീക്ഷണം. പരാജയപ്പെട്ടാൽ താൻ ആണാണോ? തനിക്ക് പൗരുഷമുണ്ടോ? മിസ്റ്റർ ഭവിശങ്കർ, താങ്കൾക്ക് പോകാം. നടുങ്ങിപ്പോയി. കാരണം ആ സ്വരം ഉയർന്നതും ഉറച്ചതുമായിരുന്നു. അവരുടെ മുഖം ക്രോധം കൊണ്ട് ചുവക്കുന്നു. ഭവിശങ്കർ മെല്ലെ നടന്നു. മുറി കടന്നു. മെല്ലെ നടന്നു. കാർപ്പറ്റിൽ കാലടികൾ പതിപ്പിച്ചു. മെല്ലെ ആ മുറിയിൽ നിന്ന് അകലുമ്പോഴും അവൻ ഉള്ളിൽ കൊതിച്ചു പ്രതീക്ഷിച്ചു. മിസ്റ്റർ പവി, പ്ലീസ് തിരിച്ചു വരൂ. പോകാൻ പറഞ്ഞത് പോകുമെന്ന് പ്രതീക്ഷിച്ചല്ല എന്നവർ പറയുമെന്ന്, തിരികെ വിളിക്കുമെന്ന്. അവർ പ്രായമുള്ള ഒരു സ്ത്രീയാണെന്നത് പോലും അവൻ മറന്നു. അത്ര കണ്ട് അവനെ ആ സ്ത്രീ വശീകരിച്ചിരിക്കുന്നു. പോർച്ചിലെത്തി. സ്റ്റാൻഡിലിരിക്കുന്ന ബൈക്ക് അവനത് സ്റ്റാൻഡിൽ നിന്നിറക്കി. അത് മെല്ലെ ഉരുട്ടി ഔട്ട് ഹൗസിന് മുമ്പിൽ ഭിത്തിയോട് ചേർത്ത് വെച്ചു. പിന്നെ അകത്തേക്ക് കടന്നു. അവൻ്റെ ഇച്ഛാഭംഗം ദേഷ്യമായി മാറിയിരുന്നു. ഷർട്ടും പാൻസും അഴിച്ച് മുറിയുടെ മൂലയിലേക്ക് വലിച്ചെറിഞ്ഞു. കൈ ചുരുട്ടി മേശപ്പുറത്ത് ആഞ്ഞടിച്ചു. എപ്പോഴും അവൻ കിടന്നുറങ്ങി. പുലർച്ചെ ഉദയസൂര്യൻ കിഴക്ക് ചെഞ്ചായം വാരി പൂച്ചവേ അവനുണർന്നു. മുറിക്കുള്ളിലെ ഇരുട്ട് അകന്നു വരുന്നതേയുള്ളൂ. വാതിൽപ്പാളികൾ തുറന്നു കിടക്കുന്നത് കണ്ടാലേ കൃഷ്ണേട്ടൻ ചായയുമായി വരൂ. വാതിൽ തുറക്കുമ്പോഴാണ് കണ്ടത്.
ബംഗ്ലാവിൻ്റെ പോർച്ചിൽ ഒരു കാർ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. കണ്ണുകൾ തിരുമ്മി നോക്കി. അതേ കളർ, അതേ നമ്പർ. ഇത് മനോജിൻ്റെ കാറല്ലേ? മാരുതി. അതെങ്ങനെ ഇവിടെ വന്നു? അതും വസുന്ധരാശങ്കറിൻ്റെ വീട്ടിൽ? ഓടി ചെല്ലാൻ തോന്നി, എങ്കിലും ഒന്ന് മടിച്ചു നിന്നു. അപ്പോൾ അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ച കൂടി കണ്ടു. മനോജ്. അതവൻ തന്നെ. ശ്വാസം നിന്നുപോയ അനുഭവം. അകത്തുനിന്ന് ഇറങ്ങി വരുന്ന മനോജ്. തൊട്ടു പിന്നാലെ വസുന്ധരാശങ്കർ. അവരുടെ വേഷം താൻ രാത്രിയിൽ കണ്ടപ്പോഴത്തെ അതേ വേഷം. പുലരിത്തുടുപ്പിൽ അതേ വേഷത്തിൽ അവർ മുൻവശത്തേക്ക് അറച്ചുപോയി. അവരുടെ കയ്യിൽ പിടിച്ച് കുലുക്കി ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് യാത്ര പറയുന്ന മനോജ്. പൊടുന്നിനെ കാറിനുള്ളിലേക്ക് കയറി മനോജ് കാർ സ്റ്റാർട്ട് ചെയ്തു പോയി. മനോജ് അറിയാതെ വിളിച്ചുപോയി. വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടി. പക്ഷേ മനോജിൻ്റെ മാരുതി കാർ ചീറിപ്പാഞ്ഞകന്നു കഴിഞ്ഞു. വസുന്ധരാശങ്കർ തിരിഞ്ഞു നോക്കി. അവർ ധൃതിയിൽ അകത്തേക്ക് കടന്നു മറഞ്ഞു. അവർ തന്നെ കണ്ടു. മനോജ് വസുന്ധരാശങ്കറിൻ്റെ വീട്ടിൽ. എപ്പോൾ എത്തി? പാതിരാത്രിയോടടുത്തു വരെ താൻ അവിടെ ചെന്നതല്ലേ? അപ്പോൾ ആ കാർ പോർച്ചിലില്ലായിരുന്നു. ഉറങ്ങുവാൻ വളരെ വൈകി. അപ്പോഴൊന്നും കാറിൻ്റെ സ്വരം കേട്ടില്ല. അതിനുശേഷം പാതിരാത്രിക്ക് ശേഷമാണോ മനോജ് എത്തിയത്? തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് ഹോസ്റ്റലിൽ താമസിക്കുന്ന മനോജ് എന്തിന് ഇവരുടെ അടുത്തെത്തി? അതെ, എന്തിന്? അന്ന് താൻ ചോദിച്ചപ്പോൾ ഇവരെ അറിയില്ലെന്നല്ലേ പറഞ്ഞത്? എന്നിട്ടിപ്പോൾ? പവിശങ്കർ കൈ കുടഞ്ഞു. ഇന്നലെ അത്രയും സൗകര്യത്തിന് താൻ അടുത്തെത്തിയിട്ടും പോകാൻ പറഞ്ഞപ്പോൾ ഇറങ്ങിപ്പോന്നു. എന്തൊരു നാണക്കേട്! അവർ തന്നെക്കുറിച്ച് എന്ത് കരുതിയിരിക്കും? ഭീരു, ആണത്തമില്ലാത്തവൻ. എന്തൊക്കെ! മനോജ് തനിക്ക് പകരം. എന്തിനു വരുമ്പട്ട ഈ സ്ത്രീ? ഇവരെയും ഒതുക്കാം. ഒരു കാര്യം എന്ന് കരുതി തന്നെ അവരുടെ ചൊൽപ്പടിക്ക് കിട്ടുമെന്ന് അവർ വ്യാമോഹിക്കണ്ട. പവിശങ്കർ അങ്ങനെ തന്നെ തീരുമാനിച്ചു. അതിനവസരം കാത്തിരിക്കുക തന്നെ. അന്ന് വൈകിട്ട് രാത്രി 10 മണി കഴിഞ്ഞിട്ടുണ്ടാകും. ഇൻ്റർകോമിൽ നിന്ന് ബീപ് ബീപ് എന്ന സ്വരം. അവൻ അറ്റൻഡ് ചെയ്തു. യെസ്, വരാം മാഡം. അങ്ങോട്ട് ചെല്ലാൻ. ഇന്നത്തെ രംഗം ആവർത്തിക്കുമോ? ആവർത്തിച്ചാൽ നോക്കാം. അവൻ ഭംഗിയായി ഡ്രസ്സ് ചെയ്തു, പെർഫ്യൂം അടിച്ചു, കണ്ണാടിയിൽ നോക്കി തൃപ്തനായി ബംഗ്ലാവിലേക്ക് നടന്നു. അകത്ത് ഇന്നലത്തെ മുറിയിൽ ഇന്നലത്തെ പോലെ വസുന്ധരാശങ്കർ. ഇരിക്കൂ. അവർ ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത സെറ്റിമേലിരുന്നു. പൊട്ടിത്തെറിക്കാൻ പാകത്തിലുള്ള ഒരു അഗ്നിപർവ്വതമായി അവൻ സ്വയം തിളയ്ക്കുകയാണ്. മനോജിനെ കണ്ടു അല്ലേ? വസുന്ധരാശങ്കറിൻ്റെ പതിഞ്ഞ സ്വരം. കണ്ടു. ആരും അറിയണ്ട. അവരുടെ അമർന്ന സ്വരം. മനസ്സിലായില്ല. അവൻ്റെ സ്വരത്തിലും കാഠിന്യം. മനോജ് ഇവിടെ വന്നു എന്നത് നാം ഇരുവരും മാത്രം അറിഞ്ഞാൽ മതി എന്ന്. കാര്യം പറഞ്ഞത് കേട്ടാൽ മതി. ഓഹോ! അവൻ എണീറ്റു. അവർക്ക് മുമ്പിൽ നിന്നു. കേട്ടില്ലെങ്കിൽ? അവർ ചാടി എണീറ്റു. അതെ, കേട്ടില്ലെങ്കിൽ എന്താ ഭാവം? നടുറോഡിലിട്ട് എന്നെയും വകവരുത്തുമെന്നോ? എങ്കിലത് നടപ്പില്ല. പൊടുന്നനെ എന്താണ് താൻ ചെയ്യുന്നതെന്ന് പോലും ഓർക്കാതെ പവിശങ്കർ അവരെ കടന്നു പിടിച്ചു. യു! അവരുടെ കണ്ണുകളിൽ അഗ്നി എരിഞ്ഞു. അവരുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ആ മുഖം കൈക്കുടന്നയിൽ എടുത്തുകൊണ്ട് അവൻ കാതരയായ സ്വരത്തിൽ പറഞ്ഞു, യെസ് മാഡം, ഐ ആം. വസുന്ധരാശങ്കർ ഒരു നിമിഷത്തേക്ക് സ്തംഭിച്ചു പോയതാണോ? അവർ മനഃപൂർവ്വം അനങ്ങാതെ നിന്നതാണോ? പവിശങ്കറിൻ്റെ പ്രതികരണം പെട്ടെന്നായിരുന്നു. അവരെ വലിച്ച് തൻ്റെ നെഞ്ചിലേക്കിട്ട് ഇരുകരങ്ങൾ കൊണ്ടും വരിഞ്ഞു മുറുക്കി. ഒറ്റ നിമിഷം. ആ ഒരു നിമിഷമേ വസുന്ധരാശങ്കറിന് പ്രവർത്തിക്കാൻ ഇടവേള വേണ്ടിവന്നുള്ളൂ. അസാമാന്യ കുതിരശക്തിയോടെ അവനെ അവർ കുതിറി തെറിപ്പിച്ചു. അവൻ്റെ പിടി വിട്ടുപോയി. അവൻ പിന്നിലേക്കൊന്ന് വേയിച്ചു. യു ബ്ലഡി ബാസ്റ്റാർഡ്! യു! വാക്കുകൾ വഴിമുട്ടുന്നത് പോലെ പല്ലുകൾ കടിച്ചു ഞെരിച്ച് വസുന്ധരാശങ്കർ ഒന്ന് കുതിച്ചു. അവരുടെ വലതുകരം ആഞ്ഞാഞ്ഞു വീശിക്കൊണ്ടിരുന്നു പവിശങ്കറിൻ്റെ ഇരു കവിളുകളിലും. ആ കരം മാറി മാറി പതിഞ്ഞു. വീണ്ടും വീണ്ടും. നിർത്താതെ. അവനൊന്ന് ചലിക്കാൻ പോലും അവസരം കൊടുക്കാതെ, അവനൊന്ന് ശ്വസിക്കുവാനുള്ള അവസരം പോലും വിട്ടുകൊടുക്കാതെ. വസുന്ധരാശങ്കർ ഒരു ഭ്രാന്തിയായി കഴിഞ്ഞിരുന്നു. സ്ഥലകാല ബോധങ്ങളെല്ലാം വിസ്മരിച്ച് ഒരു തെരുവ് ഭ്രാന്തിയെപ്പോലെ സ്പർശനങ്ങൾ ചൊരിഞ്ഞ് വലിച്ചടിക്കുകയാണ്. ആ കണ്ണുകൾ തുറിച്ചുന്തി നിന്നു. ആ മുഖം ചെമ്പരത്തി പൂവായി ചുവന്നു കഴിഞ്ഞിരുന്നു. പല്ലുകൾ കൂട്ടിക്കടിക്കുന്നതിൻ്റെ സ്വരം കേൾക്കാമായിരുന്നു. അടികൊണ്ട് അവൻ തളർന്നതോ അതോ അടിക്കുന്നവൻ്റെ ആയം കൊണ്ട് അവർ തളർന്നതോ? അവനെ അവർ സെറ്റിയിലേക്ക് പിടിച്ച് തള്ളിയിട്ടു. കിതപ്പോടെ വിയർപ്പിൽ കുളിച്ചു നിന്ന വസുന്ധരാശങ്കർ അവന് നേരെ വിരൽ ചൂണ്ടി. ഛി, നീ എന്തു കരുതി? കടിച്ചു കീറാൻ കൊള്ളുന്ന വെറുമൊരു മാംസപിണ്ഡമാണ് ഞാനെന്നോ? നായേ, എൻ്റെ മേൽ കൈവച്ച നിന്നെ വെട്ടിനുറുക്കി കഴുകിനെറിഞ്ഞു കൊടുക്കും ഞാൻ. ഈ വസുന്ധര ആരെന്ന് നിനക്കറിയില്ല അല്ലേടാ? അവർ ആക്രോശിക്കുകയാണ്. നിന്നെ ഈ നിമിഷം കൊന്നു കുഴിച്ചു മൂടാൻ ഈ വസുന്ധരയ്ക്ക് കഴിയും. അതിന് നടുറോഡിൽ പോകണമെന്നില്ലടാ. വീറോടെ അവർ ഒരു കുതിപ്പിന് അവൻ്റെ മുന്നിലെത്തി. അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ച് ബലമായി പൊക്കി ഉയർത്തി. അവർക്കൊരു ആനയോള ശക്തിയുണ്ടെന്ന് തോന്നി. പറയടാ, നടുറോഡിൽ ആളെ കൊല്ലുകയാണ് എൻ്റെ പണിയെന്ന് പറഞ്ഞത് ആരാടാ? പറയ്. പറഞ്ഞില്ലെങ്കിൽ ഈ നിമിഷം നീ ശവമാവും. വസുന്ധരയുടെ കൈ വീണ്ടും പവിശങ്കറിൻ്റെ കവിളിൽ പതിഞ്ഞു.
ആ കണ്ണുകൾ പന്തങ്ങൾ പോലെ ആളിക്കത്തുകയാണ്. എൻ്റെ മേൽ നീ കാട്ടിയ പരാക്രമങ്ങൾ നീ സ്വമേധയാ ചെയ്തതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ ആമ്പിള്ളേരെ തേടിപ്പിടിച്ച് കാമദാഹം തീർക്കുന്ന അഭിസാരികയാണെന്ന് നിനക്ക് ആരാടാ പറഞ്ഞു തന്നത്? ഒറ്റ അക്ഷരം പോലും മിണ്ടാൻ ഭവിശങ്കറിന് കഴിഞ്ഞില്ല. അവൻ്റെ പൗരുഷം ചോർന്നു പോയത് കൊണ്ടല്ല, ഒരു ഭീരുവായിട്ടുമല്ല. ഒറ്റ അക്ഷരം പോലും എതിർത്തു പറയാൻ കഴിയാത്ത തരത്തിലായിരുന്നു അവരുടെ ആക്രമണം, ആ പ്രതികരണം. ഔട്ട് ഹൗസിൽ താമസിപ്പിച്ചത്, കൊച്ചാമ്പിള്ളേരെ വലവീശി പിടിക്കുന്നത്, പണ്ടൊരിക്കൽ പുലർച്ചെ കാറിൽ ഒരു ചെറുപ്പക്കാരനെ കണ്ടത് ഒക്കെ അവൻ്റെ പ്രചോദനമാണ്. അവരുടെ സമീപനം തനിക്കുള്ള ക്ഷണമാണെന്ന് തെറ്റിദ്ധരിച്ചു. അതുകൊണ്ടാണ് ഇത്രയും സ്വാതന്ത്ര്യം കാട്ടിയത്. പക്ഷേ അവരുടെ ആക്രോശം, ആ കരങ്ങൾ ആഞ്ഞാഞ്ഞുള്ള വീശൽ, ചെകിട് പൊട്ടിപ്പൊളിഞ്ഞ് തൂങ്ങിക്കിടക്കും പോലെ. പറയൂ, ആരാടാ നിനക്ക് ആ വാർത്ത തരുന്നവൻ? ആരാണെന്ന്? അടുത്ത ആക്രോശം. പക്ഷേ ഒറ്റിക്കൊടുക്കുവാൻ ഭവിശങ്കറിന് തയ്യാറായില്ല. ആരെന്തു പറഞ്ഞാലും ചിന്തിക്കുക, തീരുമാനം സ്വന്തമായിരിക്കണം. ഒരിക്കൽ അവർ പറഞ്ഞു തോർത്തു, ആരെന്തു പറഞ്ഞാലെന്ത്, താൻ ചിന്തിക്കണമായിരുന്നു, തെറ്റും ശരിയും വേർതിരിച്ചെടുക്കണമായിരുന്നു. അത് ചെയ്തില്ല. ഇനി നിന്നെക്കുറിച്ച് ഞാൻ ഏറെ പ്രതീക്ഷിച്ചു. നീ ഏറെ നല്ലവനാണെന്ന്, നിന്നെ വിശ്വസിക്കാൻ കൊള്ളുന്നവനാണെന്ന്. പക്ഷേ എനിക്ക് തെറ്റി. നീ മറ്റുള്ളവരെയൊക്കെ കടത്തി വെട്ടിക്കളഞ്ഞു. ഇറങ്ങ്, ഈ നിമിഷം ഇറങ്ങ്. ഇനി മേലാൽ ഈ കോമ്പൗണ്ടിൽ നിന്നെ കണ്ടുപോകരുത്. അല്ല, എൻ്റെ കൺമുമ്പിൽ കണ്ടുപോകരുത്. പോകൂ, ഐ ഹെയ്റ്റ് യു, ഐ ഹെയ്റ്റ് യു. ഭവിശങ്കർ നടുങ്ങിയില്ല. നടുങ്ങാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം. അത്രയ്ക്ക് അവൻ തളർന്നു പോയിരുന്നു. താഴെ വീഴാതെ വല്ല വിധത്തിലും പിടിച്ച് അവൻ നിൽക്കുകയാണ്. ഗെറ്റ് ഔട്ട്! പുറത്തേക്ക് വിരൽ ചൂണ്ടി വസുന്ധരാശങ്കർ കൽപ്പിച്ചു. ഭവിശങ്കർ മുഖം ഉയർത്തി അവരെ ഒന്നുകൂടി നോക്കി. ഐ സേ യു ഗെറ്റ് ഔട്ട്! അവർ അലറി. ഭവിശങ്കർ മെല്ലെ നടന്നു. താഴെ വിരിച്ചിരിക്കുന്ന വില കൂടിയ കാർപ്പറ്റ് ചുട്ടുപൊള്ളുന്നു. കാലടികൾ വേവുന്നു. നടക്കുമ്പോൾ വേച്ചു പോകുന്നു. ചുറ്റും അഗ്നിയാണ്. മുകളിലും താഴെയും അഗ്നിയാണ്. ആകെ പുകയുന്നു, വെന്തു പിടയുന്നു. മെല്ലെ മുറ്റത്തിറങ്ങി. അവന് പിന്നിൽ ആ വീടിൻ്റെ വാതിൽ ആഞ്ഞടിഞ്ഞു. നടുക്കത്തോടെ അവൻ ആ അടഞ്ഞ വാതിൽക്കിലേക്ക് നോക്കി നിന്നു. നെഞ്ചിൽ കൈവച്ചു. എൻ്റെ കൃഷ്ണ, ഒരു വഴി അടഞ്ഞല്ലോ. കണ്ണുകൾ നിറഞ്ഞുപോയി. നെഞ്ചു പൊട്ടിപ്പോകും പോലെ മെല്ലെ നടന്നു. ഔട്ട് ഹൗസിലേക്ക് തളർന്നു കുഴിഞ്ഞ് ആ ബെഡിലേക്ക് വീണുപോയി. രണ്ട് കവിൾത്തടങ്ങളും വിങ്ങി വേദനിക്കുന്നുണ്ട്. അതിലേറെ വേദനിക്കുന്നത് മനസ്സാണ്. എന്താണ് സംഭവിച്ചത്? എവിടെയാണ് പിശക് പറ്റിയത്? അതറിയില്ല. ഇന്നലെ വെളുപ്പിനും മനോജ് എന്ന ചെറുപ്പക്കാരൻ്റെ കൂടെ ഉറങ്ങിയ ആ സ്ത്രീക്ക് തൻ്റെ മുമ്പിൽ മാത്രം എന്തേ ഇത്ര വലിയ സദാചാര പ്രവൃത്തി, പാതിവൃത്യ പ്രസംഗം? അവരെക്കുറിച്ചുള്ള തൻ്റെ കണക്കുകൂട്ടലുകൾ അപ്പാടെ തെറ്റിയിരിക്കുന്നു. പക്ഷേ ആരെയൊക്കെ അവർ അവരുടെ കിടക്കറയിലേക്ക് ക്ഷണിച്ചാലും, ആരൊക്കെ അവരുടെ ശരീരത്തിൻ്റെ പങ്കു പറ്റിയാലും താൻ അതിന് പോകരുതായിരുന്നു. അവർ തൻ്റെ ബോസാണ്. താൻ അവരുടെ PA ആണ്. മാത്രമല്ല ബോഡി ഗാർഡാണ്. അവരെ കാത്തു സൂക്ഷിക്കേണ്ടവൻ. എന്നിട്ട് താൻ തന്നെ അവരെ ഉപദ്രവിക്കാൻ, നശിപ്പിക്കാനൊക്കെ ശ്രമിക്കുക. സ്വയം തലക്കടിച്ചു വീണ്ടും വീണ്ടും. തനിക്ക് എന്തൊരു കുരുട്ടുബുദ്ധിയായിരുന്നു ആ നിമിഷങ്ങളിൽ. നിങ്ങളെ ഞാൻ വിശ്വസിക്കുന്നു മിസ്റ്റർ ഭവിശങ്കർ. നിങ്ങളെപ്പോലെ ഒരാളെ ഞാൻ തേടി നടക്കുകയായിരുന്നു. എന്നെപ്പോലെ തന്നെ എനിക്ക് വിശ്വാസിക്കാൻ ഒരാൾ. അത് നിങ്ങളാണ് മിസ്റ്റർ ഭവിശങ്കർ. ഏതോ ഗുഹയ്ക്കുള്ളിൽ നിന്ന് അവരുടെ വാക്കുകൾ ഒഴുകി വരും പോലെ തോന്നി. വിശ്വാസവാഞ്ചന. അതിനുള്ള ശിക്ഷ എന്ത്? ഇതാ ശിക്ഷ തന്നു കഴിഞ്ഞിരിക്കുന്നു. കൺമുമ്പിൽ കണ്ടുപോകരുത്. ആ ആക്രോശം. ഗെറ്റ് ഔട്ട്! ഇടിവെട്ടുന്ന സ്വരം. ഇനി പഴയതുപോലെ ജോലി തെണ്ടിയായി ഈ തെരുവോരത്തു കൂടി വിയർത്തൊലിച്ച് നടക്കാനാണ് വിധി. അതെ, തെണ്ടിയായി അലയണം. വീട്ടിലേക്ക് എങ്ങനെ കടന്നു ചെല്ലും? അച്ഛനോട് എന്തു പറയും? വയ്യ, അങ്ങോട്ട് പോകാൻ വയ്യ. മറ്റെവിടേക്കെങ്കിലും പോകാം. എന്തിനീ ബെഡിൽ കിടക്കുന്നു? യാത്ര രാവിലെ ആക്കുന്നു. ഇപ്പോൾ ഈ നിമിഷം തന്നെ. ധൃതിയിൽ എഴുന്നേറ്റു. തൻ്റെ പഴയ കിറ്റ് ബാഗ് എടുത്തു. ഡ്രസ്സുകൾ മടക്കി അതിനുള്ളിൽ വെച്ചു. മെല്ലെ പുറത്തിറങ്ങി വാതിലടച്ചു. നടന്നു. പകൽ പോലെ ഗാർഡനിലെ വെളിച്ചം. ഔട്ട് ഹൗസിൻ്റെ ഭിത്തിയോട് ചേർന്ന് തൻ്റെ പ്രിയപ്പെട്ട ബുള്ളറ്റ്. അടുത്ത് ചെന്ന് അതിന്മേലൊന്ന് തൊടാതിരിക്കാൻ കഴിഞ്ഞില്ല. നെഞ്ചിൽ കൊളുത്തി പിടിക്കുന്നു. ധൃതിയിൽ നടന്നു. ബംഗ്ലാവിൻ്റെ മുറ്റത്തുകൂടി ഗേറ്റിങ്ങിലേക്ക്. ചാരിയിട്ടിരുന്ന ഗേറ്റ് മെല്ലെ തുറന്ന് പുറത്തു കിടന്നതും അതേ നിമിഷത്തിൽ തന്നെ നടക്കുന്ന ഒരു കാഴ്ച കണ്ടു. പൊടുന്നിനെ തെളിഞ്ഞ ഒരു ലൈറ്റ്. അതേ കാർ, റോൾസ് റോയ്സ് കാർ. ഗേറ്റിന് വെളിയിൽ തൊട്ടു മുൻപിൽ. അതിനുള്ളിലെ ലൈറ്റാണ് തെളിഞ്ഞത്. മുൻസീറ്റിൽ അവനെ തറച്ചു നോക്കിക്കൊണ്ട് വസുന്ധരാശങ്കർ. ഈ പാതിരാത്രിക്ക് ഒറ്റയ്ക്ക്. അവൻ നടുങ്ങി. ഇപ്പോൾ തന്നെ പോകാനിറങ്ങുമെന്ന് ഞാൻ കണക്കുകൂട്ടി. തെറ്റിയില്ല അവരുടെ ദൃഢസ്വരം. അവൻ മിണ്ടിയില്ല. ഉള്ളിൽ ഭീതി ഉറിഞ്ഞു. എന്താണ് ഇവരുടെ പ്ലാൻ? അതും ഈ കാറുമായി? മുൻപിലത്തെ ഡോർ തുറന്നുകൊണ്ട് അവർ മെല്ലെ പറഞ്ഞു, മിസ്റ്റർ ഭവിശങ്കർ, കടന്നിരിക്കാം. വേണമെന്നില്ല, ധൈര്യം സംഭരിച്ച് പെട്ടെന്ന് അവൻ പറഞ്ഞു. എന്തുകൊണ്ട്? ഞാൻ നടന്നു പോയിക്കൊള്ളാം. നോ. ഈ പാതിരാത്രിയിൽ മിസ്റ്റർ ഭവിശങ്കർ നടക്കുകയോ? നോ നോ, ഞാൻ അനുവദിക്കില്ല. ആ സ്വരം പരിഹാസമാണോ? വേണ്ട, അനുവദിക്കണമെന്നില്ല. അനുവാദം ആവശ്യവുമില്ല.
അവൻ 2 അടി മുന്നോട്ട് വെച്ചു. മിസ്റ്റർ പവിശങ്കറിന് വസുന്ധരാശങ്കറിനെ ഭയമാണല്ലേ? പെട്ടെന്ന് അവൻ ചോദിച്ചു. ഇല്ല, എനിക്ക് നിങ്ങളെ ഭയമില്ല. പിന്നെ ഈ തിടുക്കം എന്താ? ഇവിടെ നിന്ന് അകലാൻ നിങ്ങളുടെ കാർ വേണമെന്നില്ല. നോവൽ വീണ്ടും നാളെ തുടരും.